ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കവിതയാണ് ചിടിയാക്ക ഗീത്. ചിടിയാക്ക ഗീത്. ചിടിയ എന്ന് വെച്ചാൽ എന്താണ്? ബേർഡ്. ഗീത് സോങ്. ഒരു പക്ഷിയുടെ സോങ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സബ്സെ പഹലെ മേരെ ഘർ കാ अंडे जैसा था आकार, तब मैं यही समझती थी, बस इतना सा ही है संसार. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കുഞ്ഞു പക്ഷി ആദ്യം വളരുന്നത് മുട്ടയ്ക്കുള്ളിലാണെന്ന്. മുട്ടയ്ക്കുള്ളിലിരിക്കുന്ന പക്ഷി പറയുകയാണ്, സബ്സെ പഹലെ മേരെ ഘർ കാ അണ്ടേ ജൈസാ ഥാ ആകാർ. എൻ്റെ വീട് ഈ മുട്ടയുടെ ആകൃതിയിലാണ്, മുട്ട പോലെ വളരെ ചെറുതാണ് എൻ്റെ വീടെന്നാണ് പക്ഷി പറഞ്ഞത്. തമ്മേ സമചത്തി ഥി ബസ് ഇത്നാ സാഹി ഹേ സംസാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ലോകം ഇത്ര ചെറുതാണോ? ഇത്രയേ ഉള്ളൂ ലോകം? അതിനുശേഷം മുട്ടയിൽ നിന്നും പുറത്തു വരുന്ന പക്ഷി എന്താണ് പറയുന്നത്? ഫിർ മേരാ ഘർ ബനാ ഘോസല സൂക്കെ തിനകോം സേ തയ്യാർ, തബ് मैं यही समझती थी, बस इतना सा ही है संसार. മുട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന പക്ഷി എന്താണ് പറയുന്നത്? ഫിർ മേരാ ഘർ ബനാ ഘോസല സൂക്കെ തിനകോം സേ തയ്യാർ, തബ് मैं यही समझती थी, बस इतना सा ही है संसार. മുട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന പക്ഷി തൻ്റെ ഘോസല, നെസ്റ്റ് കാണുന്നു. അപ്പോൾ പക്ഷി എന്താണ് പറഞ്ഞത്? എൻ്റെ വീട് ഉണങ്ങിയ പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. തബ് मैं यही समझती थी, बस इतना सा ही है संसार. അപ്പോൾ പക്ഷി വിചാരിച്ചു, ഈ ലോകം ഘോസല പോലെ വളരെ ചെറുതാണോ? फिर मैं निगल गई शाखों पर हरी भरी थी जो सुकुमार, तब मैं यही समझती थी, ബസ് ഇത്നാ സാ ഹി ഹേ സംസാർ. കുഞ്ഞു കിളിക്ക് കുഞ്ഞു ചിറകൊക്കെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? കൂട്ടിൽ നിന്നും പുറത്തു വരികയും പുറത്തു വന്ന് മരത്തിൻ്റെ ചില്ലകളിൽ പോയി ഇരിക്കുന്നു. കുഞ്ഞു ചില്ലകൾ ഇരുന്ന് അവൻ ചുറ്റുപാടും കാണുന്നു. ചെടികളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ അവൻ വിചാരിക്കുന്നു, ഈ ലോകം ഇത്രയേ ഉള്ളൂ എന്ന് അവൻ വിചാരിച്ചു. आखिर जब मैं आसमान में उड़ी दूर तक पंख पसार, तभी समझ में मेरी आया बहुत बड़ा है यह संसार. അവസാനം ആ കുഞ്ഞു പക്ഷിക്ക് ചിറകെല്ലാം വന്ന് അവൻ ആകാശത്ത് ഉയർന്ന് പറന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഈ ലോകം എത്ര വലുതാണ് എന്ന്. കവിത ഇഷ്ടപ്പെട്ട കുട്ടികളെ, ഈ കവിത എഴുതിയത് നിരങ്കാർ ദേവ് സേവക് ആണ്.